ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ലോകരാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളോടാണ് ട്രംപിന്റെ അഭ്യർത്ഥന. അതേസമയം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബന്ധമുള്ള കപ്പലുകൾക്കാണ് വിലക്കുള്ളത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. കുവൈറ്റ് വിമാനത്താവളത്തിലെ റഡാർ തകർത്തു. ദുബായിലും ആക്രമണമുണ്ടായി. അമേരിക്കയെ പുറത്താക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാഖ് വിടാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകി. ഫൈസൽ ഹംസയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ഫൈസൽ. ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നു അമേരിക്ക. അതായത് ഇതിലൂടെ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ ഈ ആക്രമണങ്ങൾ തുടരും എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നതല്ലേ? ശ്രുതി, ആര്യ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ ഒരു കുടുക്കിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കുന്നതിലേക്ക് എത്തിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിയ നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു, സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ അമേരിക്കയുമായോ ഇസ്രായേലുമായോ ബന്ധമുള്ള ഒരു കപ്പലുകളും കടന്നു പോകാൻ സാധിക്കുന്നില്ല. 100-ലേറെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു. 4 രാജ്യങ്ങളുടെ ഏതാനും കപ്പലുകൾ മാത്രമാണ് കടത്തിവിട്ടത്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെ ബദ്ധശത്രുക്കളായി അവർ തന്നെ കാണുന്ന ചൈനയടക്കമുള്ള രാജ്യങ്ങളോട് പ്രതിസന്ധി പരിഹരിക്കാൻ അവരോടൊപ്പം നിൽക്കണം, അമേരിക്കയോടൊപ്പം നിൽക്കണം, ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങളോടും ഇത്തരത്തിലൊരു സഹായാഭ്യർത്ഥന ട്രംപ് നടത്തുന്നുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളൊന്നും ട്രംപിൻ്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അനുകൂലമായ ഒരു പ്രസ്താവനയോ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മേഖലയിലേക്ക് തങ്ങളുടെ കപ്പലുകൾ, യുദ്ധക്കപ്പലുകൾ അയച്ചു എന്നുള്ള റിപ്പോർട്ടുകളെ ഫ്രാൻസ് ഇപ്പോൾ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം പെട്ടെന്നൊന്നും ഈ ഒരു രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക തന്നെ ഇടപെടേണ്ടി വരുമെന്നാണ്. ഇക്കാര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, പ്രതികരണം വന്നിട്ടുണ്ട്. അബ്ബാസ് അറാഖ്ചി പറഞ്ഞത് പൂർണ്ണമായും ഞങ്ങൾ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയുമായോ ഇസ്രായേലുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെക്കാണ് വിലക്കുള്ളത്, അവയെ കടത്തിവിടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾക്ക്, അയൽ രാജ്യങ്ങൾക്ക് അവർ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും അടയ്ക്കണം, അമേരിക്കയെ മേഖലയിൽ നിന്ന് പുറത്താക്കണം, അവരാണ് അശാന്തി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കും എന്നും പറയുന്നുണ്ട്. വീണ്ടും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം തുടരുക തന്നെ ചെയ്യുകയാണ്. അതിനവർ പറയുന്നത് ഖാർഗ് ദ്വീപിനെ അടക്കം ലക്ഷ്യം വെച്ചത് മുൻനിർത്തിയാണ് ഈ ആക്രമണം എന്നുള്ളതാണ്. ഇന്ന് ദുബായ് മറീനയിലും അൽസുഫൂലും അടക്കം ആക്രമണമുണ്ടായി. പക്ഷേ ആക്രമണത്തെ പ്രതിരോധിച്ചതായി UAE അവകാശപ്പെടുന്നു. സൗദിയിലേക്ക് ആക്രമണമുണ്ടായി, അതും ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒപ്പം കുവൈത്തിലെ വിമാനത്താവളത്തിലെ റഡാർ സംവിധാനം തകർത്തു എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. വേറെ സുപ്രധാനമായ ഒരു കാര്യം, ഇറാനുമായി അതിർത്തി പങ്കിടുന്ന ഇറാഖിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരോട് ഒഴിഞ്ഞു പോകാൻ US എംബസി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ US എംബസിക്കെതിരെ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയിരുന്നത്. അതിൽ അവിടുത്തെ ഹെലിപ്പാഡ് അടക്കം തകർന്നു, റഡാർ സംവിധാനം മുഴുവനും തകർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പൗരന്മാരോട് ഒഴിഞ്ഞു പോകാനും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രുതി, ആര്യ. ഓക്കെ, വ്യക്തമാണ്. ചൈന, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളോടാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത് ട്രംപ് എന്നുള്ളതാണ്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.